മഴ ശക്തമായതോടെ കുറ്റ്യാടി ചുരം അപകട ഭീഷണിയിൽ. ചുരം റോഡ് മലയോര ഹൈവേ ആയി നവീകരിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ ചുരം വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വയനാട്ടിൽ നിന്നും മലയോര ഹൈവേ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഇടമാണ് കുറ്റ്യാടി ചുരം. ജില്ലാ അതിർത്തിയായ ചുങ്കക്കുറ്റി മുതൽ ചുരം അവസാനിക്കുന്ന ഒന്നാം വളവ് വരെ 4 കിലോമീറ്റർ ദൂരത്തിലാണ് പരിഷ്കരണ പ്രവൃത്തികൾ നടക്കുന്നത്. ചുരത്തിൽ മൂന്നാം വളവിന്റെ അടുത്തായും വയനാട് ജില്ലയിൽപ്പെട്ട വാളാന്തോട് എന്നിവിടങ്ങളിൽ കൾവെർട്ടിന്റെ വർക്ക് നടക്കുന്നതിനാൽ വൺ വേ ആയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ ഇവിടെ ഗതാഗത കുരുക്കും പതിവാണ്. ഭാഗികമായി പ്രവൃത്തി നടന്ന സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട്. കഴിഞ്ഞ ദിവസം 7-ാം വളവിൽ കെട്ടിടിഞ്ഞതിനെ തുടർന്ന് കാർ 5 അടി താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിലിപ്പോൾ ചുരത്തിൽ ഒരു അപകടാവസ്ഥയിലാണുള്ളത്. മെയിനായിട്ട് റോഡ് പണികൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സൈഡ് ഭിത്തികളെല്ലാം തകർന്നിരിക്കുകയാണ്. അപ്പോൾ ആക്സിഡൻറ്റുകൾ ഇടക്കിടക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു വളവ് തിരിഞ്ഞ് ഒരു വണ്ടി ഓവർ സ്പീഡിൽ വന്നപ്പോൾ എതിർവശത്ത് വന്ന വണ്ടി വെട്ടിച്ച് പിന്നെ ആ വെട്ടിക്കലിൻ്റെ സൈഡിലേക്ക് പോവുകയും സൈഡിലുള്ള മണ്ണ് ഇടിഞ്ഞുകൊണ്ട് വണ്ടി താഴെ കൊക്കയിലേക്ക് മറിയുകയാണ് ചെയ്തത്. ഇവിടെ പിന്നെ ഗതാഗത നിയന്ത്രണം അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ ഇല്ലാത്ത വർഷം ഈ മഴക്കാലത്ത് വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നിലവിലിപ്പോൾ താമരശ്ശേരി ചുരത്തിലാണ് നിയന്ത്രണം ഉള്ളത്. പക്ഷേ നമ്മളെ കുറ്റ്യാടി ചുരത്തിലും വാഹന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അതുമാത്രമല്ല, ഇവിടെയുള്ള വലിയ ഭാരമേറിയ വാഹനങ്ങൾ ചുരത്തിൽ കൂടി വിടാണ്ടിരിക്കുന്നതാണ് പിന്നെ ഉചിതമായ ഒരു കാര്യം. വിടാതിരിക്കുക തന്നെ വേണം. അല്ലാത്ത വർഷം എന്തായാലും അപകടം ഉണ്ടാവും. മഴ പെയ്തതോടുകൂടി മണ്ണെടുത്തിട്ട മണ്ണുകളും മണ്ണ് ഇടിയാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൂടാണ്ട് റോഡിൽ കൂടെ ഭാരം കൂടിയ വാഹനങ്ങൾ പോയാൽ ഉറപ്പായിട്ടും പിന്നെ അപകടങ്ങളുണ്ടാവും. ചില റോഡ് ഇടിഞ്ഞ് സംഭവിച്ച പോലെ വലിയ വാഹനങ്ങളാണെങ്കിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടാവും. താമരശ്ശേരി ചുരത്തിലൂടെ ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുമ്പോൾ കുറ്റ്യാടി ചുരം വഴിയാണ് കടത്തിവിടുന്നത്. ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും കുറ്റ്യാടി ചുരം വഴിയുള്ള മൾട്ടി ആക്സിൽ വാഹനങ്ങൾ നിരോധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചുരം റോഡിൽ പക്രനളം ചുരം റോഡിൽ റോഡ് വീതി കൂട്ടൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള വാഹന ഗതാഗത കുരുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾ വരുന്നതുകൊണ്ട് അതുകൊണ്ട് കുറേയേറെ വാഹനങ്ങൾ താമരശ്ശേരി ചുരം വഴി വിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മളെ ഈ നിലവിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം ആകുന്നതിന് മുമ്പ് തന്നെ ഈ റോഡ് വലിയ ഭീഷണിയെ നേരിടും. വലിയ പ്രശ്നങ്ങളുണ്ട്. നിലവിൽ തന്നെ വീതി വളരെ കുറവുള്ളതും ഇടുങ്ങിയ വളവുകളുള്ളതുമാണ് ഈ റോഡ്. ഈ വലിയ നീളത്തിലുള്ള വാഹനം വരുന്നത് റോഡിൻ്റെ നിലവിലുള്ള അവസ്ഥയെ തന്നെ തകിടം മറിക്കുന്നുണ്ട്. നിലവിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇതുമൂലം ചുരം ഭാഗത്ത് ട്രാഫിക് ജാമുകൾ വരികയാണ്. അടിയന്തരമായി അധികൃതർ ശ്രദ്ധിക്കപ്പെടണം. ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് വലിയ അപകടം ഉണ്ടാകും. പിന്നീട് നമ്മൾ അത് നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. ചുരത്തിൽ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്തതും പ്രവൃത്തി നടക്കാത്ത ഭാഗങ്ങളിൽ റോഡിലേക്ക് കാട് വളർന്നു നിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു.